ഇന്നലത്തെ ദിവസം അക്ഷരാർത്ഥത്തിൽ കേരളം ഉറങ്ങിയിട്ടില്ല. ഓരോ വ്യക്തികളും രാത്രി മുതൽ രാവിലെ വരെ ഉറക്കമുളച്ച് ടി വിയിൽ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം VS-ന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എവിടെ എത്തി. തങ്ങളുടെ വീടിനടുത്തേക്ക് വരാനുള്ള സമയമായി എന്ന് നോക്കിക്കൊണ്ട് ഓരോരുത്തരും ഓടുകയായിരുന്നു. ഉറക്കം പോലും വകവെക്കാതെ, ഞങ്ങൾക്ക് ഉറക്കമില്ല, ഞങ്ങളുടെ സഹാവിനെ ഞങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് കാണണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിൽ ഓരോ ആൾക്കാരും ഇറങ്ങി അവിടുത്തെ അടുത്ത ജംഗ്ഷനുകളിലേക്ക് പായുകയായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി. എന്നിട്ട് ചെന്ന് കിടന്നിട്ട് മണിക്കൂറുകളോളം കാത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തെ വരാൻ വേണ്ടി, ആ വണ്ടി വരവിന് വേണ്ടി, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. VS എന്ന് പറയുന്ന മനുഷ്യനെ കേരളം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യങ്ങൾ നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് മനസ്സിലാക്കുന്നുള്ളത്. ഒരു നേതാവിന് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത അത്രമാത്രം സ്നേഹവും ആൾക്കാരുടെ ആ ഒരു ആവേശവും ഒക്കെ നമ്മൾ കാണണം. അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇത്രമാത്രം ആവേശം കൊള്ളുന്നുണ്ട്. ഉറക്കം പോലും ഇല്ലാതെ ആൾക്കാർ പോവുകയാണ്, ഓടുകയാണ്. കുട്ടി പരാധീനങ്ങൾ വരെ, വലിയ വയസ്സ് ചെന്ന അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നലെ തിരുവനന്തപുരം മുതൽ ഇന്ന് ആലപ്പുഴ വരെ റോഡിലേക്ക് വന്ന് മറിയുകയായിരുന്നു. ജനസാഗരം ഒഴുകുകയായിരുന്നു. ഒന്നും അവിടെ പ്രശ്നമല്ല, മഴ പ്രശ്നമല്ല, ഉറക്കം പ്രശ്നമല്ല, യാതൊന്നും അവിടെ പ്രശ്നമല്ല. നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണുക എന്നും മാത്രമായിരുന്നു ഓരോ കേരളീയൻ്റെയും ഓരോ മലയാളിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നലെ ഞങ്ങളുടെ അടുത്തുകൂടെ കരുനാഗപ്പള്ളിയിൽ 7 മണിക്ക് വരുമെന്ന് രാവിലെ മുതൽ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ വിലാപയാത്ര വന്നത് ഇന്ന് രാവിലെ 6 മണിക്കാണ്. ഞാനും പോയി കേട്ടോ. എനിക്ക് അദ്ദേഹത്തെ കാണണം, പണ്ട് മുതലേ ജീവനോടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. എന്തായാലും ഈ അവസാന നിമിഷത്തിലെങ്കിലും ഒന്ന് കാണണം എന്ന് കരുതി ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ എനിക്ക് ഏത് പാതിരാത്രിക്കാണെങ്കിലും പോകാൻ സൗകര്യമുണ്ട്. ഞാൻ അങ്ങനെ പോയി. ഇന്ന് 5 മണിയപ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. 6 മണിക്കാണ് ഞാൻ കരുനാഗപ്പള്ളിയിൽ വെച്ച് നിന്ന് അദ്ദേഹത്തെ കാണുന്നത്. സന്തോഷമായി, കാരണം അദ്ദേഹത്തെ അങ്ങനെയെങ്കിലും എനിക്ക് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞല്ലോ. എന്തായാലും ഞാൻ കൃതാർത്ഥയായി. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷമെങ്കിലും സാധിച്ചല്ലോ. ഇനി ഒരിക്കലും അത് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ പോവുകയായിരുന്നു. എന്തും വരട്ടെ എന്ന് എഴുതി. എൻ്റെ ഭർത്താവ് വീട്ടിൽ കിടക്കാൻ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. എങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയും എന്തുമായാലും ഞാൻ പോവും. അപ്പം എൻ്റെ ആ ഒരു പോകുമെന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ ഞാൻ പോയി. അതേപോലെ ഓരോ മലയാളികൾ എന്ത് വന്നാലും ഇന്ന് മല മറിഞ്ഞാലും ശരി, ഞങ്ങളുടെ സഖാവിനെ ഞങ്ങൾ അവസാനമായിട്ട് ഒരു നോക്ക് കാണും എന്നും പറഞ്ഞ് ഇന്നലെ കേരളം ഇളകി മറിയുകയായിരുന്നു. ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ നമ്മുടെ കേരളീയർ, ഇല്ലേ? എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹത്തെ കേരളം ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഈ കഴിഞ്ഞതിന് മുമ്പുള്ള ഇലക്ഷന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നത് നമ്മുടെ കേരളീയർക്ക് VS മുഖ്യമന്ത്രിയായി കാണാനും അദ്ദേഹത്തിൻ്റെ സ്നേഹവും സേവനവും ഒക്കെ അനുഭവിക്കാനുമുള്ള മതിയാവാത്ത ആഗ്രഹം, VSനെ ഒരു മുഖ്യമന്ത്രിയായി ഞങ്ങളുടെ നേതാവായി കാണാനുള്ള നമ്മുടെ മലയാളികളുടെ, നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹത്തിൽ നിന്നാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അന്ന് ഉണ്ടായത്. യഥാർത്ഥത്തിൽ നമ്മുടെ പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രി ആയത് നമ്മുടെ VSൻ്റെ വെറും ഒരു ദാനം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കൊടുത്ത ആ മുഖ്യമന്ത്രി കസേര അദ്ദേഹം ദാനമായിട്ട് നമ്മുടെ പിണറായി വിജയന് കൊടുത്തു. കാരണം പിണറായി വിജയൻ സഖാവ് അദ്ദേഹത്തെ പ്രായത്തിൻ്റെ പേരിൽ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം കയറി അവിടെ മുഖ്യമന്ത്രിയായി അവരോധിതനാകുകയായിരുന്നു. അന്ന് കേരളം മൊത്തം അതിനെ എതിർത്തായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ പിണറായി വിജയൻ സഖാവ് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളിലൊക്കെ കപ്പിത്താനും ഒക്കെ ആയി മാറിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ കൂടി നമ്മുടെ കേരളത്തെ ഇപ്പോൾ 2ാമത്തെ ട്രിപ്പും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമ്മുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ, നമ്മളെല്ലാവരും അടിയുറച്ച് വിശ്വസിച്ച ആ പാർട്ടി എന്ന് പറയുമ്പോൾ ഇന്നുള്ള പല നേതാക്കന്മാരും അതിനെ നശിപ്പിച്ച് കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുറന്ന് തന്നെ പറയുകയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ആ ഒരു പാർട്ടിയോടുള്ള ഇപ്പറഞ്ഞ മാതിരിയുള്ള ഒരു ആരാധന, ആ പഴയകാല സ്മരണകൾ ഒക്കെ നിലനിന്നിട്ടുള്ളത്, ഇന്ന് നിലനിൽക്കുന്നത് ആകപ്പാട് ഈ ഒരു VS എന്ന് പറഞ്ഞ ആ ഒരു ധീരനായിട്ടുള്ള നേതാവിൻ്റെ ഉള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. അദ്ദേഹമുണ്ടല്ലോ നമ്മുടെ പാർട്ടി നയിക്കാൻ, നമ്മുടെ പാർട്ടിക്ക് ശക്തി പകരാൻ, നമ്മുടെ പാർട്ടിയെ നേരായ വഴിയിലൂടെ നയിക്കാനാണ്. ഇന്ന് ഈ മാതിരി ഈ അവനവൻ്റെ കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ ഇന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലുണ്ട്.
അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് തന്നെയെങ്കിലും നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച പല നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങളൊക്കെയാണല്ലോ നമ്മളെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള നേതാക്കന്മാരൊന്നും ഇല്ല. അവർക്കൊക്കെ ഒരു അവസാന വാക്കായിരുന്നു നമ്മുടെ വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം പോയതോടുകൂടി സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി ആരുണ്ട്, ആരാണ് ഈ പാർട്ടിയെ നയിക്കുക? ഈ പാർട്ടി നശിച്ചു പോകാൻ ഉള്ള സാധ്യതകളൊക്കെ കാണുന്നു. പണ്ട് പല സ്ഥലങ്ങളിലും ബംഗാളിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് അടക്കി വാണ സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റിൻ്റെ പൊടി പോലും ഇല്ല. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഉള്ളുകൊണ്ടുള്ള ഭയം. കാരണം നേതാക്കന്മാരില്ല. ഉള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ അവനവരെ ഗീശ വീർപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. പാർട്ടിയെ സ്നേഹിക്കുന്നവരില്ല, നാടിനെ സ്നേഹിക്കുന്നവരില്ല, ആരുമില്ല. ഇപ്പോൾ ഈ ആൾക്കാർ ഇത്രയും ഇന്ന് ഇദ്ദേഹത്തിൻ്റെ പുറയിൽ, ഈ മരിച്ച വി എസിൻ്റെ സഖാവിൻ്റെ പുറയിൽ ഇത്രമാത്രം പാഞ്ഞു ചെല്ലണമെങ്കിൽ, അദ്ദേഹം ഉള്ളിടത്തേക്ക് ജനപ്രവാഹം ഒഴുകി ചെല്ലണമെങ്കിൽ അത്രമാത്രം ആൾക്കാർക്ക് അദ്ദേഹത്തെ വിശ്വാസമായിരുന്നു, അദ്ദേഹത്തെ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഴിമതി രഹിതമായിട്ടുള്ള സമരമുറകളും പാവപ്പെട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെ നമ്മുടെ കേരളീയർ എന്നും ഒരു സ്നേഹത്തോടെ ആണ് ഓർക്കുന്നത്, കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ഇത്രമാത്രം കേരളം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ഉറങ്ങാതെ പോലെ സ്വന്തം ആരോഗ്യം, ഉറക്കം എല്ലാം അവഗണിച്ചുകൊണ്ട്, മഴയെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്രമാത്രം പരക്കം പായുന്നത്. ഇനി ഇതുപോലത്തെ ഒരു നേതാവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമോ? കാരണം അദ്ദേഹത്തിൻ്റെ ആ ജീവിച്ച സമയത്ത് നമ്മളൊക്കെ ജനിക്കാനും ജീവിക്കാനും ഒക്കെ ഒരു ഭാഗ്യം നമുക്ക് ഈശ്വരൻ തന്നത് മഹാഭാഗ്യം തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു സമയത്ത്, അദ്ദേഹം ജീവിച്ച സമയത്ത് നമുക്കൊക്കെ ജീവിക്കാനായല്ലോ എന്നുള്ളത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഇല്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ലക്ഷത്തില അല്ലെങ്കിൽ കോടിയില ഒരാൾ പോലും അദ്ദേഹത്തെ പോലെയുള്ള ഒരു നീതിമാനായിട്ടുള്ള ഒരു സമര പോരാളിയായി കിട്ടത്തില്ല. ആരുമില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാണ് വി എസ് സഖാവ്. അപ്പോൾ അദ്ദേഹം യാത്രയാവുന്ന ഈ വേളയിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള, നീതിയുടെ കൂടെ മാത്രം നിൽക്കുന്ന, അഴിമതി രഹിതനായിട്ടുള്ള ഒരു ധീര സഖാവിനെ, ധീര പോരാളിയെ നമുക്ക് നഷ്ടമാക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു നേതാവ്, ഒരു മനുഷ്യൻ ഇനി ഈ യുഗത്തിൽ ഉണ്ടാകുമോ എന്നും പോലും നമുക്ക് സംശയമാണ്. ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ ഒരു അപമാനമായിട്ട് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് വി എസിനോട് നമ്മുടെ കേരളം എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ മരണശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തുവായാലും അദ്ദേഹം ഈ ഒരു അവസാന നിമിഷത്തിൽ അദ്ദേഹം അപ്പോൾ അവസാന 2 ദിവസമായി അദ്ദേഹത്തിൻ്റെ ശാന്തമായിട്ടുള്ള ഉറക്കത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രകളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം ഈശ്വര സവിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അവിടെ എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ. കാരണം നമുക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകൾ, നമ്മൾ മരിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ സഖാവിൻ്റെ ഓർമ്മകൾ മായാതിരിക്കട്ടെ. നമ്മുടെ കേരളത്തിൽ വി എസിനെ പോലെയുള്ള ഒരു സഖാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിച്ചതെന്നുമൊക്കെ നമ്മുടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വൈഭവം കൂടി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ഒരു റെഡ് സല്യൂട്ട് സഖാവേ.